ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാദം എന്ന ഈ ശുശ്രൂഷയുടെ 69ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവമേ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. വിശ്വാസം അല്ലെങ്കിൽ എന്തില്ല? സ്ഥിരവാസമില്ല. ഈ വിശ്വാസം എന്ന ഈ പദം, നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ആ പദത്തിന് അതിൻ്റെ മൂലഭാഷയിൽ, എബ്രായ ഭാഷയിലെ ആമൻ എന്ന പദം ഉള്ളത്. ആമൻ അതിൻ്റെ അർത്ഥം ഉറപ്പുള്ളത്, സ്ഥിരമായത്, വിശ്വസനീയമായത്, വിശ്വസ്തയുള്ളത് എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഒരുവൻ പറയുന്ന കാര്യങ്ങളെ അതേപടി അംഗീകരിക്കുന്നു എന്നതിനെ നമ്മൾ ആമേൻ എന്ന് പറയാറുണ്ട് അല്ലേ? മറ്റുള്ളവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ ആമേൻ പറയാറില്ലേ? എന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളതാണ്. ഈ ആമേൻ എന്ന പദം ആമൻ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. വിശ്വാസം, ആമൻ, ആമൻ അതെന്നുള്ള ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നു, വിശ്വസിക്കുന്നുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഫിസ്റ്റീസ് എന്നാണ്. പൂർണ്ണമായി ആശ്രയിക്കുന്നതിനെയാണ് ഈ പദം കാണിക്കുന്നത്. പൂർണ്ണമായ ആശ്രയം. മനസ്സിലുള്ള കാര്യം, നാം ദൈവത്തിൽ നിന്ന് പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും മൂലധനം എന്നുള്ള വിശ്വാസമാണ്. വിശ്വാസാൽ രക്ഷ, വിശ്വാസാൽ സൗഖ്യം, വിശ്വാസാൽ പരിശുദ്ധാത്മാഭിഷേകം, വിശ്വാസത്താൽ എല്ലാം വിശ്വാസത്താലാണ് കംപ്ലീറ്റ് ആയിരുന്നത്. വിശ്വസിച്ചാൽ സകലവും സാധ്യമാകുന്നു എന്ന് നമ്മൾ മത്തായി സുവിശേഷം 17:20 പഠിക്കുമ്പോൾ, ലൂക്കോസ് 17:6 പഠിക്കുമ്പോൾ കാണുന്നത് വിശ്വസിച്ചാൽ സകലവും സാധ്യമാകുന്നതാണ്. വിശ്വാസത്താൽ സകലം പ്രാപിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ നാം ദൈവം കേൾക്കുന്നു, ഒരുപാട് പ്രസംഗിക്കുന്നു, ഒരുപാട് പ്രസംഗം കേൾക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കാൻ കഴിയണം. വിശ്വസിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? അതിൽ പറഞ്ഞ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുള്ളൂ. വിശ്വാസാൽ ലഭിക്കും. പ്രാർത്ഥിക്കുന്നതിന് പോലും പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന പറഞ്ഞത്. മർക്കോസ് 11:24 പറഞ്ഞല്ലേ, പ്രാർത്ഥിക്കും. അപ്പോൾ ചിലർ പ്രാർത്ഥിക്കും, പക്ഷേ അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പണ്ട് ഒരു അമ്മച്ചിയുടെ കഥ കേട്ടിട്ടില്ലേ? പുള്ളിക്കാരി വേദവസമായി കൊണ്ടു വിശ്വസിച്ച് പ്രാർത്ഥിച്ച മല മാറുമെന്ന്. പുള്ളിക്കാരി മനസ്സിൽ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, മല അങ്ങോട്ട് മാറാൻ വേണ്ടി. കുറേ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മല അവിടെ തന്നെയുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു പോലും ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു ഈ മലയെന്ന് പറഞ്ഞ് മാറിപ്പോകത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല, പക്ഷെ എന്തില്ല? ദൈവം പ്രവർത്തിക്കുള്ള വിശ്വാസവുമില്ല. നമ്മളിൽ പലരുടെയും, നമ്മുടെ എല്ലാവരുടെയും തന്നെ ഏറിയ പ്രാർത്ഥനകൾ അങ്ങനെ തന്നെയാണ്. വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിൽ സ്ഥിരവാസമില്ല. വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ പ്രാർത്ഥിക്കണം. അവിശ്വാസം ക്ഷമിക്കുവാൻ പ്രാർത്ഥിക്കണം. വിശ്വാസ വർദ്ധന ഉണ്ടാകണം. എനിക്കൊരു കൊച്ചുമോളുണ്ട്. അവള് ഇടയ്ക്ക് എന്നോട് പറയും, ഞാൻ അവളെ ഡാഡി എന്ന് വിളിക്കുന്നു. ഡാഡി പറഞ്ഞാൽ ഏത് കൊക്കയിലും ചാടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അത്ര വിശ്വാസമാണ് ഡാഡി. കുഞ്ഞാണേ. അവളിപ്പോൾ നമ്മൾ പറഞ്ഞത്ര വിശ്വാസത്തിൽ ആഴം ഉണ്ടായിരുന്നു പറഞ്ഞൊന്നുമല്ല. പക്ഷെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, ഡാഡിയെ ഇത് ചെയ്യാം, വിശ്വസിക്കാം. നമ്മുടെ സ്വർഗത്തിലെ ഡാഡി നമുക്ക് എത്രമാത്രം വിശ്വസിക്കാം? മനുഷ്യൻ്റെയൊക്കെ വാക്ക് മാറ്റി പറയും അല്ലേ? ചിലപ്പോൾ ഞാൻ അവളോട് പോലും വാക്കുകൾ മാറ്റി പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവളോട് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ആ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കണം. നമ്മൾ യാചിക്കുമ്പോൾ തന്നെ ലഭിച്ചുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം.
ഈ അവിശ്വാസത്തെ ദൈവം എപ്പോഴും വെറുക്കുന്നതാണ്. മൊത്തം 6:26, 30, യോഹന്നാൻ 20:29 കാണുമ്പോൾ അവിശ്വാസത്തോട് ഇടപെടുന്നവരെയൊക്കെ ദൈവം അവരെ ആ പ്രവർത്തനമുള്ള ദൈവത്തിന് ദേഷ്യമായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അവിശ്വാസമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കണം. അവിശ്വാസമുണ്ടോ നമ്മളിൽ? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം. ഈ ആശ്വാസനാഥം ഈ ശുശ്രൂഷയുടെ ചെറിയ ശുശ്രൂഷയുടെ 69ാമത്തെ സെക്ഷനായത്. കഴിഞ്ഞ ഈ 69 സെക്ഷനുകളിലും ദൈവത്തിൻ്റെ വിവിധ പ്രവർത്തികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, കേട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ 100 കണക്കിന് പ്രസംഗങ്ങൾ, 1000 പ്രസംഗം കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്, ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്, അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്? വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവിശ്വാസം പാടില്ല. ഇനി സ്നേഹബന്ധത്തിൻ്റെയും കുടുംബബന്ധത്തിൻ്റെയും ഒക്കെ നിലനിൽപ്പ് വിശ്വാസമല്ലേ. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ല ഗുണമുണ്ടോ? നരകയാതനയാവില്ല കുടുംബങ്ങളിൽ പോലും. വിശ്വാസമുള്ളവരായിരിക്കുക. മറ്റൊരു കാര്യം, വിശ്വാസമുണ്ടെങ്കിൽ അത് നമ്മെ അനുസരണത്തിലേക്ക് നയിപ്പാനിടയായിത്തീരും. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമൊന്നായില്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അവൻ ദൈവത്തെ അനുസരിച്ചു. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ 8ാം വാക്യത്തിൽ കടന്നതാണ്, അവനെ ദൈവം വിളിച്ചു, ചില കാര്യങ്ങൾ പറഞ്ഞു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അനുസരണമായിരുന്നു. അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കണമെന്നവരായി തീരണം. വിശ്വാസത്തെ അനുസരണത്തിലൂടെ വെളിപ്പെടുത്തണം. ഭക്തന്മാരാരെല്ലാം ദൈവിക അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, അവരൊക്കെ ദൈവനോട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവരെ അനുസരിച്ചു എന്നുള്ളതാണ്. പത്രോസിനോട് പോയിട്ട് നീ ചൂണ്ടിട്ട് പോകാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഒരു മീനെ കിട്ടും, മീനിൻ്റെ ഉള്ളിൽ വയക്ക് നാണയമുണ്ടെന്നൊക്കെ പറയുമ്പോഴേ, എടാ പത്രോസിൻ്റെ അന്നുള്ള ജീവിതാനുഭവം എന്തുവാ? അവൻ ഒരുപാട് മീനെ പിടിച്ചുള്ള പുള്ളിയാണ്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വള്ളിനിക്കറി നടന്ന കാലം മുതലേ മീൻ പിടിച്ച് ശീലമുള്ളവനായി ഈ പത്രോസ് അല്ലേ. അവൻ്റെ ജീവിതത്തിൽ അന്ന് വരെ താൻ പിടിച്ച മീൻ വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ മീനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നാണയത്തൊട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്. ശേഷമുള്ള പറഞ്ഞു, നീ പോയിട്ട് ചൂണ്ടയിട്, ആ കിട്ടുന്ന മീനിൻ്റെ വയറിനകത്തൊരു നാണയത്തൊട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കരമടയ്ക്കാൻ പറഞ്ഞപ്പോൾ പത്രോസോട് തിരിച്ചു ചോദിക്കാം. പത്രോസ് എടുത്തി അടയ്ക്കാൻ കൂടെയാണോ നമ്മൾ ചോദിക്കുക, എടാവേ ഈ മീനിനെ കുറിച്ച് എന്നോട് പഠിപ്പിക്കരുത്. ഒരു വലിയ മീനെ കിട്ടും, മീൻ വിട്ടിട്ട് കാശ് കൊടുത്തോളാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അത്. പക്ഷെ കിട്ടുന്ന മീനിൻ്റെ ഉള്ളിൽ നാണയത്തോട്ടൊന്നും പറഞ്ഞ് എന്നെ പറ്റിക്കരുതെന്ന് പറയാൻ വേണമെങ്കിൽ പത്രോസിനും പറയാമായിരുന്നു. പക്ഷെ അരുമനാഥൻ പറഞ്ഞതിനെ അവൻ വിശ്വസിച്ചു. അതുപോലെ പോയി ചൂണ്ടയിട്ടു, മീനെ കിട്ടി, അതിൻ്റെ വീട്ടിൽ നാണയം കിട്ടി, അവർ ടാക്സ് അടച്ചു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കരുത്. ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുക. ചെങ്കടൽക്കാരയ്ക്ക് ഇസ്രായേൽ മക്കളോട് മോശം കൂട്ടിട്ട് വന്നപ്പോഴേ പുറകെ കൂടെ ശത്രുക്കൾ കിടന്നു വരിക. ഇരുവശങ്ങളിലും വലിയ മതിൽക്കെട്ട്, പർവ്വതങ്ങളും കുന്നുകളും മലകളൊക്കെയാണ്. മുന്നിലാണെങ്കിൽ ആർത്തലച്ചൊഴുകുന്നതായ നദിയാണ്, സമുദ്രമാണ്. ജനങ്ങളെടുത്ത് കരയുക, ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. മോശ ദൈവത്തിൽ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ മോശയും ആകെ സങ്കടത്തിലായി. ദൈവം പറഞ്ഞത് കയ്യിലുള്ള വടി ഈ നദിക്ക് നീട്ടുക. മോശയുടെ ഒരു വലിയ മരം വെട്ടിക്കൊണ്ട് വാടാ, പാലമുണ്ടാക്കടാ, എല്ലാവരും കൂടി ആ കല്ലുരുട്ടി കൊണ്ട് ഇടാ എന്നല്ല പറഞ്ഞത്. വടി നീട്ടു തന്നെ. മോശ അനുസരിച്ചു. ഉണങ്ങിയ നിലത്ത് കൂടെ ജനം അപ്പുറത്ത് കിടന്നു. അവൻ ദൈവം പറഞ്ഞ കാര്യം വിശ്വസിച്ചവൻ്റെ പേരിൽ അനുസരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് പറഞ്ഞു?
വിശ്വാസം എന്ന് പറഞ്ഞാൽ അനുസരണത്തിലുള്ള വെളിപ്പെടുത്തേണ്ട തീരണം. അബ്രഹാം അനുസരിച്ചു, വിശ്വസിച്ചു അനുസരിച്ചു. അങ്ങനെ വചനം കേട്ട് അനുസരിക്കുന്നവർക്ക്, അഥവാ വചനം കേട്ട് വിശ്വസിച്ച് അനുസരിക്കുന്നവർക്ക് ദേശത്തിലെ നന്മ അനുഭവിക്കാം, അല്ലെങ്കിൽ വാളിനിരയായി തീരുന്ന. യശയ്യാപ്രവചനം 1:19-20 പഠിക്കുമ്പോൾ വചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ചാൽ നിനക്ക് ദേശത്തിലെ നന്മ അനുഭവിക്കാം, ഇല്ലെങ്കിൽ നീ വാളിനിരയായി തീരും. ആവർത്തനം 30:15-17 വായിക്കുമ്പോൾ ഏകദേശം ഇതേ ആശയം തന്നെയാണ്. അനുസരിച്ചാൽ അനുഗ്രഹം വന്ന വചനം കേട്ട് വിശ്വസിച്ച് അനുസരിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളുള്ള ഈ അധൈര്യവും ഭീതിയും ഉണ്ടാകില്ല. പ്രതികൂലങ്ങളും പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ദൈവം വിടുവിക്കും, ദൈവം സഹായിക്കും, ദൈവം ആശ്വസിപ്പിക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടാകും. എന്തുണ്ടെങ്കിലാ വിശ്വാസം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കൂടി ഒപ്രാളമായിരിക്കും. യെശയ്യാവ് 28:16, 30:12, 14, 15, 19 ഒക്കെ വായിക്കുമ്പോൾ വിശ്വാസമുള്ളിടത്ത് അധൈര്യവും ഭീതിയും ഉണ്ടാകില്ല കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിശ്ചയമായ ദൈവത്താലൊരു അത്ഭുതം കാണുവാൻ ഇടയായിത്തീരും. നാം ദൈവവചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ചാൽ നിൻ്റെ ആയുസ്സിൽ ഭാഗ്യത്തിലും ആണ്ടുകൾ ആനന്ദത്തിലും കഴിച്ചുവിടേണ്ടിയായിത്തീരും. യോബ് 36:11, യെശയ്യാവ് 50:10 പഠിക്കുമ്പോൾ വചനങ്ങൾ കേട്ട് അനുസരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ആണ്ടുകൾ, നമ്മുടെ ജീവിതത്തിലും ദിവസങ്ങൾ നമ്മൾ ഭാഗ്യത്തിലും ആനന്ദത്തിലും കഴിച്ചുവിടേണ്ടിയായിത്തീരും. അപ്പോൾ നിനക്ക് സന്തോഷവും സമാധാനമൊക്കെ ആവശ്യമാണ്. നീ ദൈവവചനത്തെ കേട്ട് വിശ്വസിക്കുക, ദൈവവചനം അനുസരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. അവിശ്വസിച്ച് നന്മകൾ നഷ്ടമാക്കരുത്. യെശയ്യാപ്രവചനം 55:2-3 പഠിക്കുമ്പോൾ വചനം ശ്രദ്ധിക്കുന്നത് നന്മയ്ക്കായി പരിണമിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട്. വചനം ശ്രദ്ധിക്കുമ്പോൾ അനുസരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കായിട്ട്. അപ്പോൾ തിരിച്ചു ചിന്തിച്ചാലോ, നമ്മൾ വചനത്തെ അനുസരിക്കാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് തിന്മയ്ക്ക് കാരണമായി തീരുകയാണ്. യെശയ്യാവ് 58:14 വചനം അനുസരിക്കുന്നെങ്കിൽ നിന്നെ ദൈവം ഉന്നതങ്ങളിൽ വാഹനമേറ്റുമാറാക്കും. വിശ്വസിക്കുക, അനുസരിക്കുക. വിശ്വാസത്തിലൂടെ, അനുസരണത്തിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് എന്തില്ല? സ്ഥിരവാസമില്ല. എബ്രായ ലേഖനകർത്താവ് 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഒഴിവാക്കാൻ പറഞ്ഞത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കുന്നതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ ഒഴിവാക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവമാകാരനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്നെ അനുസരിച്ച വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായിത്തീരും. ദൈവിക വിടുതൽ അനുഭവിപ്പാൻ, ദൈവിക നന്മ ഇടയായിത്തീരും. വിശ്വാസം ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി തോന്നി ഞങ്ങൾ സംസാരിപ്പാൻ ഇടയായിത്തീർന്നല്ലോ. ആ വിശ്വാസങ്ങളെ ക്ഷമിക്കണമേ. നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരുമാറാണമേ. എന്നെ വിശ്വസിച്ചും അനുസരിച്ചും നിങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായി നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ജീവിതത്തിൽ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്തോഷം നിറഞ്ഞ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അത് കർത്താവ് സൂക്ഷിക്കും. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക. ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ സഹകരണത്തിനും, എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.